എങ്ങനെയുണ്ടോ സുഹൃത്താ? എരിവ് കുറച്ച് കൂടുതലാ. വരുവോ? ഈ മുളക് പൊടി കുറച്ചാൽ മതി, കുരുമുളകാവാ, അത് കുഴപ്പമില്ല. സത്യേട്ടാ, എനിക്ക് ഒരു കാര്യം ചോദിക്കാം. എന്റെ കൊറേ ആയി വിചാരിക്കുന്നു. സത്യേട്ടന് ലൈസൻസ് ഇല്ലാത്ത തോക്കുണ്ടല്ലോ. നാരായണനോട് ഞാൻ പറഞ്ഞപ്പം പറയുന്നത് വെറും ബടായിന്ന്, തോക്കുമില്ല, ഒരു കുന്തുമില്ല. ആ നാരന് വിവരല്ലേട്ടാ. സത്യം പറഞ്ഞാൽ സത്യന്റെ തോക്കല്ല, സത്യന്റെ അച്ഛന്റെ തോക്കാ. അച്ഛൻ്റെ അല്ല, മുത്തച്ഛന്റെ നോക്കാം. ആ രാഘവമാമയുടെ തോക്കാതില്ലേ? നീ സത്യന്റെ മുത്തച്ഛനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ട. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങള് രാഘവമാമ എന്നാ വിളിക്ക. ആളുണ്ടല്ലോ ഇതാ സത്യൻ തന്നെ, ഇതേ രൂപം, ഇതന്നെ സൈസ്. ഓ, മരിക്കണ സമയത്തും കുച്ചിന്റെ. അതെ, ആ മരിക്കണ കഥല്ലേ, അതൊന്നും എനിക്ക് പറഞ്ഞു കൊടുത്താ. മരിച്ചതൊക്കെ ഒരു സംഭവാ. കൊന്നതാ? കൊന്നതല്ലടാ, മരിച്ച സംഭവാണ്. 105-ാമത്തെ വയസ്സിലാ മുത്തച്ഛൻ മരിക്കണേ. 105-ലാ? 105-ാമത്തെ വയസ്സിലാ മരിക്കണത്. വലിയതായി. 105-ാമത്തെ വയസ്സിലും ആളിതാ ഇരുമ്പാ. സത്യം. എന്താ തിന്നണേ? കാട്ടുപോത്ത്, മ്ലാവ്, മാന്, ഈ വക ജന്തുക്കളെയാണ് തിന്നണത്. അപ്പൊ ചോറ് സാമ്പാറൊന്നും ഈ കണ്ണി കണ്ട മണകൂടാച്ചന്മാര് തിന്നണല്ലടാ. ഞാൻ 105-ാമത്തെ വയസ്സിലും സൂര്യ നമസ്കാരം പതിവുണ്ടേ. അങ്ങനെ അന്ന് രാവിലെ ഈ സൂര്യ നമസ്കാരം കഴിഞ്ഞിട്ട് ലേശം ഭക്ഷണം പൊതുവെ കുറച്ചേ കഴിക്കുള്ളൂ. മതിയെന്ന്, ദേശം മതി, കല്ലിക്കൊന്ന സാധനല്ലേ. അത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യ എന്നിട്ടൊരു വിളി. ആ എന്റെ മുത്തച്ഛ വിളി കേൾക്കുമല്ലോ. പാവം. അടുത്ത് വന്നിട്ട് ചോദിച്ചപ്പോ, എടാ ഒരു ലേശം മറ്റത് കിട്ടുവോ? ഞാൻ പറഞ്ഞു, സാധനം നമ്മുടെ വീട്ടിലുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം. ഞാന് ഇതേപോലെ പിടിച്ച ക്ലാസ് എടുത്തിട്ട് ഒരു അര ക്ലാസ് ഇങ്ങനെ ഒഴിച്ചു, പിന്നെ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കൂട്ടി നേരെ മുത്തച്ഛനോട് കൊണ്ടുപോയി. ഇതാ മുത്തച്ഛ എന്നും പറഞ്ഞിട്ട് മുത്തച്ഛൻ അത് നേരെ ഇത് വാങ്ങിയിട്ട് ഒറ്റ കുടി. ക്ലാസ് എൻ്റെ നേരെ നീട്ടി, എന്നാ പിടി പറഞ്ഞിട്ട് ഞാൻ ആ ക്ലാസ് വാങ്ങി ഒരു ഭാഗത്ത് വെച്ചിട്ട് മുത്തച്ഛനെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ഇതാ ആള് കടന്നു കഴിഞ്ഞു. ഫിറ്റായിട്ടല്ലടാ, മേപ്പെട്ട് വലിച്ച ശ്വാസം തിരിച്ചു പോയില്ല. ആൾ അതോടെ മരിച്ചു. സുഖമരണം. അതെ, സ്വർഗത്തില് മുത്തശ്ശൻ ഇപ്പൊ ഫിറ്റായി നടക്കുന്നുണ്ടാവും. കഴിച്ചിട്ടാന്നല്ല മരിച്ചു പോയത്. ഒന്നുമില്ല, ഞാൻ ഈ ബായം കൊലയും വല്ലാണ്ട് ചെരിഞ്ഞപ്പോഴേ അതിനൊരു കുത്ത് നല്ല കുന്നമ്പയാ. എന്താ വിശേഷം? അല്ല ഒന്നുമില്ല. അതെ, അല്ല നമ്മളിപ്പോ അയൽപക്കക്കാരാണ്. നമ്മൾ കണ്ട കാലമായിട്ട് ഇവിടെ താമസിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യാതൊരു ശല്യമില്ല. പറഞ്ഞു വരികയാണ് ഞാൻ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇപ്പൊ നമ്മുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മിണ്ടാണ്ട് അപ്പൊ അതന്നെ പറഞ്ഞു വരുന്നേ. കോഴി ഇനി പോവാൻ പറ്റില്ല. ആരെ പോയി? എവിടേക്ക് പോയി? എന്റെ 5 കോഴിയാ പോയത്. ആരെ കൊണ്ടുപോയി? നമ്മുടെ അയൽവക്കം ശരിയല്ല. പിന്നെ എന്തുട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന്? ആര്? ആ വൃത്തിയിട്ടവനല്ലാതാരാ? സത്യശീലനാ? ഓൻ കൊണ്ടോണ്ടോ? അല്ല, ഓൻ കൊണ്ടോണ്ടോ? ഈ കണ്ടോ? എന്തിനാ കാണണേ? കണ്ടോന്ന് ചോദിച്ച നമ്മുടെ വീട്ടിലെ കോഴി അങ്ങോട്ട് നഷ്ടപ്പെടുന്ന ദിവസം തന്നെ അവിടുന്ന് കോഴിക്കറിയുടെ മണം വന്നാൽ അല്ല, പോലീസിലൊന്നും അറിയിച്ചൂടെ? അവർക്ക് തെളിവില്ല എന്നാ പറഞ്ഞേ. ഓ, അത് ശരി. നിങ്ങളുടെ കോഴീനെ അവര് കൊണ്ടുപോയി അവര് കറി വെച്ചു. ആ കോഴിക്കറി തന്നെയാണോ ഇയാൾ കഴിക്കണം എന്നുള്ളതിന് എന്തുട്ടാ തെളിവെന്നാ ചോദിച്ചാൽ എന്താ ഇതിപ്പോ എനിക്കും ഭയങ്കര ഇടങ്ങറുണ്ട് ഇവനെ കൊണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെ കള്ള് കുടിച്ച് തെറിപ്പാട്ട് പാടുകയാണ്. ഈ നിലപാടും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രതികരിക്കേണ്ട വേണ്ട എന്നുള്ളതാണ്. എന്താ തന്റെ ഭൂരിപക്ഷം? അല്ല, ആ കാര്യത്തിൽ തന്റെ ഭൂരിപക്ഷം എന്താ?
ഇതിപ്പോ എന്താ വെച്ചാൽ ഞങ്ങള് പോയി സംസാരിക്കാൻ അറിയാൻ പാടാട്ടല്ല. പക്ഷെ ചേട്ടന് ദേഷ്യം വന്നാൽ പിടിച്ചാ കിട്ടില്ല. അല്ലോ ഞാൻ പറഞ്ഞത് വേറൊന്നല്ല, നിങ്ങൾക്ക് വെറുതെ കൂടെ നിൽക്കുക. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ അവിടെ എന്താ പറയണെന്നുള്ളതല്ല, നമ്മൾ അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നവരെ എന്റെ നിയന്ത്രണം വിട്ടുപോയാൽ ഒരു സപ്പോർട്ടിങ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, സംഭവം പറഞ്ഞു, അവർക്കൊന്നും ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു, തെളിവ് വേണമെന്ന് പറഞ്ഞു. ഇനി എന്റെ ഒരു കോഴി പോകാൻ പറ്റില്ല. വേണ്ടത് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് പ്രസംഗിക്കണ എന്തിനാ അവിടെ പോവാന്ന്? പോവാ ഏയ്, അത് വേണ്ട, അത് വേണ്ട. അതൊന്നും വേണ്ട. ഞാൻ അത് കിളക്കാനെടുത്തത് ഇങ്ങോട്ട് വെക്കാൻ വേണ്ടിട്ട് കൈയുണ്ടല്ലോ എന്തിനതൊക്കെ മതി. അല്ല നമുക്ക് നിലക്കി നിർത്തണം, അത്രല്ലോ. ഉപദ്രവിക്കൊന്നും വേണ്ട. നമ്മൾ രണ്ട് വാക്ക് പറഞ്ഞ് കേട്ടിൽ പിടയ്ക്കുക. മിസ്റ്റർ സത്യശീലൻ, സത്യടാ എന്താണ് എന്താ ഇവിടെ പരിപാടി? ഇവിടെ എന്താ പരിപാടി നിനക്ക് കാണാനില്ലേ? കള്ളു കുടിക്കണത് ഇറച്ചി തിന്നണോ? അതെ, ഈ ഒരു നിലപാട് നമുക്ക് ശരിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിലപാട് അല്ല, നമുക്ക് പോയാലോ? സമയം ശരിയല്ല എന്നുണ്ട്. ശരിയല്ല. എന്താണ് പ്രശ്നം നിന്റെ? എടാ സതീശില, എന്താ പറയണേ? താ കള്ളു കുടിച്ച എന്താ ചായക്കോ? എന്റെ 5 കോഴിയാ പോയത്. കോഴി പോയോ? എവിടെ? 5 എണ്ണം പോയി. 5 കോഴി പോയിട്ടുണ്ട്. നിങ്ങളൊന്നും വിടാനിക്കുണ്ടോ? താൻ കൂടുതലും നാടകം എന്റെ അടുത്ത് കളിക്കല്ലേ? എന്റെ കോഴികളെ കട്ടോണ്ട് വന്ന് വച്ച് തിന്നലല്ലേടോ തന്റെ പണി. സംസാരിക്കല്ലോ കേട്ടോ. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. ഞാൻ എന്റെ വളപ്പിലിരുന്നിട്ട് കള്ളു കുടിക്കും, ഞാൻ ഇറച്ചി തിന്നും, ഒക്കെ ചെയ്യും. പക്ഷെ വേറൊരുത്തന്നെ മുതൽ കട്ടു എന്ന് പറയരുത്. അതിലൊരു സത്യാവസ്ഥ ഉണ്ട്. ഓരോ ദിവസവും മണ്ടുവിന്റെ വീട്ടിൽ നിന്ന് ഓരോ കോഴി കാണാണ്ടാവുക. അന്ന് അന്റെ പേരെന്ന് കോഴിക്കറിന്റെ മണമുണ്ട്. ഏടാ മൊയ്തോ, നിങ്ങളുടെ വീട്ടില് കോഴിണ്ട് വിചാരിച്ചിട്ടില്ല എനിക്ക് കോഴി ഇറച്ചി വെക്കണ്ടോ? തനിക്ക് കോഴി ഇറച്ചി വെക്കണമെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കണോ, അല്ലാതെ എന്റെ കട്ടോണ്ട് വന്ന് തിന്നല്ല വേണ്ടത്. ഇത് നിങ്ങളുടെ ഇറച്ചിയല്ല, ഇത് നിങ്ങളുടെ ഇറച്ചിയല്ല, ഇത് വേറെ ഇറച്ചിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ചുക്കും പറയണ്ട, നീ ഇരിക്കണ എന്റെ കോഴിയാണെന്ന്. അത് കോഴിയിറച്ചല്ലെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ നോക്കൂ, നമ്മളൊരു അയൽപക്ക ബന്ധം എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു തർക്കത്തിന് വന്നതല്ല. ഞാൻ പറയുന്നത്, നമ്മൾ അയൽപക്കത്തുള്ള വളരെ സ്നേഹത്തോടെ കഴിയുന്ന ആളുകളുടെ വീട്ടിൽ നിന്ന് മിണ്ടാപ്രാണികളായിട്ടുള്ള ജീവജാലങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ദാരുണമായി കൊലപ്പെടുത്തി ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ മദ്യം കഴിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു അഭിപ്രായം, അതിന്റെ ഒരു ഭൂരിപക്ഷം മാത്രമാണ് ഞങ്ങൾ ചോദിക്കാൻ വന്നത്. നിങ്ങൾ ഉപദേശിക്കാനാണ് ഇങ്ങോട്ട് വന്നേ. അതെ, എന്താ ഈ തോലം പറയണത്? തോന്നൊക്കെ പറഞ്ഞു നമുക്ക് പോവാം. സത്യം എന്താ കാര്യം എന്നറിയാം സത്യ, ഈ കള്ളുടി ശരിയില്ല. ഈ ചെങ്ങായിമാരെയും വിളിച്ചുകൊണ്ടൊന്ന് ഇവിടെ കള്ളു കുടിച്ച് കൂത്താടി പാട്ടും പാടാൻ ഇവിടെ അടുത്തുള്ള ആൾക്കാർ. എന്റെ കോഴിക്ക് ഒരു പരിഹാരം ഉണ്ടാവണം. ഇത് നിങ്ങളുടെ കോഴി അല്ലാതെ പറഞ്ഞില്ല. അല്ലാതെ അതെ, ശീതളൻ ഇറച്ചി കഴിക്കുന്ന ആളല്ലേ? കഴിക്കും. ഇറച്ചി തിന്നു കഴിഞ്ഞാൽ അത് കോഴി ഇറച്ചിയാണോ അല്ലോ എന്ന് തിരിച്ചറിയാലോ? അതൊക്കെ അറിയും. എന്നാ ഒരു കഷ്ണം തിന്നിട്ട് ഇത് കോഴി ഇറച്ചിയാണോ അല്ലേ എന്ന് പറ. എനിക്ക് വേണ്ട. എന്താ എനിക്ക് വേണ്ട? അല്ല, എനിക്ക് വേണ്ട എന്താണ്? അല്ല, അതാവശ്യമില്ല. ആവശ്യമുണ്ട്. ഇതിപ്പോ എത്രയും വർത്താനം ഉണ്ടായല്ലോ. ആ സ്ഥിതിക്ക് ഇനി ഈ ഇറച്ചി തിന്നിട്ട് അത് നിങ്ങളുടെ കോഴിയാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയണം. അത് അറിഞ്ഞാലേ നിങ്ങൾ ഈ വളപ്പിന്ന് പുറത്തേക്കാണ്ട് പോകും. കഴിച്ചോട്ടെ, അല്ലെങ്കിൽ പോവാൻ പറ്റില്ല കേട്ടോ. കഴുകി ആരായാലും വേണ്ടില്ല, ആരെങ്കിലും ഒരാൾ ഇത് കഴിച്ചിട്ട് കോഴിയാണോ അല്ലേന്ന് പറ. മൊയ്തോ, എന്റെ പേരയിലെ കോഴി അല്ലല്ലോ, ഓരോ പേരയിലെ കോഴിയല്ലേ. ഇതെടുത്ത് കഴിക്കണം ഒരു കഷ്ണം. ഈ കോഴിയും ബീഫ് ഇതൊക്കെ തിന്നണല്ലേ, ബീഫൊക്കെ കഴിച്ചു. പറഞ്ഞിട്ട് വാ, അവിടെ ഇരിക്കണോ? അതൊന്നൊരു കഷ്ണം കഴിച്ചു. അത് എന്തറച്ചിയാ എനിക്കൊന്ന് പറ. എന്തറച്ചിയാ? കോഴിയല്ല. കോഴിയല്ലല്ലോ. ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്ക്, മറ്റേ സാധനം ഒഴിച്ചു. കോഴിയല്ല. കോഴിയല്ലല്ലോ, ഒരു കഷ്ണം കൂടി എടുക്ക്. പറ, എന്തറച്ചിയത്? കോഴിയല്ല, ഇത് ബീഫാ. ബീഫാ. ബീഫല്ല. ബീഫല്ലേ? എന്നാ പിന്നെ പോർക്കാവും. പോർക്കും അല്ല. അതെ, ഇത് കരിമ്പൂച്ചയുടെ ഇറച്ചിയാ. വെട്ട മുറി കൂടണ കരിമ്പൂച്ചയുടെ ഇറച്ചി. സത്യമായിട്ട് ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ
ഒരു കരിമ്പൂച്ച മുറിയത്ത് ചാടി ആയ പിടിച്ച് സൈസാക്കി ഇറച്ചിയാക്കി നമ്മ അങ്ങോട്ട് കഴിച്ചു. എന്നാ, കോഴി കഴുകി. ഏയ്, കരിമ്പൂച്ച മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.